നമസ്കാരം. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വിവാദങ്ങളും ചോദ്യങ്ങളും ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. പലതരത്തിലുള്ള ആരോപണങ്ങളും തിയറികളും ചർച്ചയായെങ്കിലും ഇതുവരെയും അപകട കാരണം എങ്ങനെ എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല. നാം കേൾക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യം എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്ന് പോലും കേൾക്കുന്നത്. പൈലറ്റുമാർക്ക് മേൽ കുറ്റം ചാർത്തിയും നടപടിക്രമങ്ങളിലെ വീഴ്ചയെ പറ്റിയുമാണ് ചർച്ചകൾ അധികവും. ഇപ്പോൾ ഇതാ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വിമാനാപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ തമ്മിൽ മാറിപ്പോയി എന്നും ഇക്കാര്യത്തിൽ അലംഭാവമുണ്ടായി എന്നുമാണ് ആക്ഷേപമുയരുന്നത്. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നാണ് ഡെയിലി മെയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ശവപ്പെട്ടിയിലുണ്ടായിരുന്നത് തങ്ങളുടെ കുടുംബാംഗത്തിൻ്റെതല്ല, അജ്ഞാതനായ മറ്റാരുടെയോ ആണ് എന്ന ബന്ധുക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങ് വരെ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു സംഭവം അപകടത്തിൽ മരിച്ച ഒന്നിലധികം പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്താണ് ഒരേ ശവപ്പെട്ടിയിൽ വെച്ചിരുന്നത് എന്നതാണ്. ഇത് ആരോപണങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇവ നീക്കം ചെയ്യേണ്ടി വന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നർ വെസ്റ്റ് ലണ്ടനിലെ ഡോക്ടർ ഫിയോണ വിൽകോക്സ് കുടുംബാംഗങ്ങൾ നൽകിയ സാമ്പിളുകളുമായി DNA താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. ബ്രിട്ടനിലും ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. സാധാരണയായി ഇത്തരമൊരു അപകടമരണം അല്ലെങ്കിൽ ദുരന്തമുണ്ടാകുമ്പോൾ അതിനുശേഷം ലഭിക്കുന്ന മൃതദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഴത്തിൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പോകാറില്ല. കാരണം ഇതൊരു ദുരന്തമാണ്, ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാറില്ല. പക്ഷേ ഇവിടെയാണ് ഒരു മാറ്റമുണ്ടായതും വലിയ ചർച്ചകളിലേക്ക് ഇത് എത്തിപ്പെടുന്നതും. ബ്രിട്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ വരെ അറിയിക്കാനുള്ള ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സമാനമായ മറ്റ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കാനാണ് ബ്രിട്ടൻ്റെ തീരുമാനം. ഇതിൽ മറ്റു കുടുംബക്കാർക്ക് ഇതിൽ പരാതിയുണ്ടോ എന്നതടക്കം ഇതിൽ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് അറിയുന്നത്. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. വിമാനാപകടത്തിൽ മരിച്ചവരിൽ 52 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്. ഇവരിൽ ചിലർ ഇന്ത്യൻ വംശജർ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു. ഇവരിൽ 12 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത്. മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പ്രമുഖ അഭിഭാഷകനായ ജെയിംസ് ഹീലി പ്രാറ്റാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തുള്ളത്. മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാറിപ്പോയതിൽ പല കുടുംബങ്ങളും അതീവ ദുഃഖിതരാണ് എന്നാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിനെ നേരിടാൻ നിയമപരമായി കുടുംബങ്ങൾ ഒരുപക്ഷെ മുതിർന്നേക്കില്ല. അവരുടെ അതൃപ്തിയാണ് ഇതിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒരു ദുരന്തമുണ്ടായതുകൊണ്ടും കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് യോജിപ്പിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായ സാഹചര്യത്തിലും ഇതിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ ആർക്കും തന്നെ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനകത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥിതിയിലല്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഓരോ രാജ്യത്തിനും മൃതദേഹം അടക്കം ചെയ്യുന്നതിലടക്കം അവരുടേതായ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ രീതികളുണ്ടാകും. വൈകാരികമായും പരമ്പരാഗത രീതികളിലും അന്ത്യകർമ്മം നിർവഹിക്കണമെന്നും ചിന്തിക്കുന്നവർക്ക് നിരാശയും വിയോജിപ്പും എല്ലാം ഉണ്ടാകും. അതാണ് വാർത്തകളിലൂടെ പുറത്തു വരുന്നതും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വലിയൊരു ആശങ്കയായി മാറാൻ ഇടയില്ല. അതേസമയം തങ്ങൾക്ക് ലഭിച്ച ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആരുടേതാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നുള്ള വാദങ്ങളാണ് അഭിഭാഷകരടക്കം ഉന്നയിക്കുന്നത്. അപകടം നടന്ന 3 ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ ഇരകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നതാണ്. അവയെല്ലാമാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിൽ ഉണ്ടായിരുന്നതും. അതേസമയം അപകടശേഷമുള്ള ഏകോപനവും നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള ചുമതലകളും കൃത്യമായാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടപ്പാക്കി വരുന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി 500 കോടിയുടെ വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിച്ച് ടാറ്റ ഗ്രൂപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ടാറ്റ പ്രഖ്യാപനം നടത്തിയത്. അഗ 171 മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന പേരിൽ മുംബൈയിലാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന 1 കോടി ധനസഹായം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിനായിട്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ടാറ്റ സൺസും ടാറ്റ ട്രസ്റ്റുകളും 250 കോടി വീതം ട്രസ്റ്റിന് നൽകും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സ, അപകടത്തിൽ തകർന്ന BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം എന്നിവയ്ക്കും ട്രസ്റ്റ് നേതൃത്വം നൽകും. ടാറ്റ സൺസിൻ്റെ ജനറൽ കൗൺസിലായ സിദ്ധാർത്ഥ് ശർമ്മ, S പത്മനാഭൻ എന്നിവരെ ബോർഡിൻ്റെ പ്രാരംഭ ട്രസ്റ്റിമാരായി നിയമിച്ചിട്ടുണ്ട്. കൂടുതൽ ട്രസ്റ്റികളെ ഉടൻ നിയമിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീണാണ് അപകടമുണ്ടായത്. BJ മെഡിക്കൽ കോളേജിലെ 19 പേർ ഉൾപ്പെടെ 260 പേരാണ്
മരണപ്പെട്ടത്. എന്തായാലും ചോദ്യങ്ങളും വിവാദങ്ങളും ഒന്നും ഒഴിയുന്നില്ല. ഇക്കാര്യത്തിൽ അന്തിമമായൊരു വിധി, അതായത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്.